ആദ്യം നമുക്ക് എൻമോസ് എന്താണെന്ന് നോക്കാം. എൻമോസ് ഇത് ഗേറ്റ്, ഇത് സോഴ്സ്, ഇത് ഡ്രെയിൻ. ഇതാണ് ഒരു എൻമോസ്. ഇൻപുട്ടിൽ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻമോസ് ഓണായി കിട്ടും. ഇൻപുട്ടിൽ 0 കൊടുക്കുകയാണെങ്കിൽ എൻമോസ് ഓഫായിരിക്കും. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പിമോസിൽ. പിമോസിൽ എന്തെന്ന് വരുന്നത് വെച്ചാൽ ഒരു ബബിളും കൂടെ വരുന്നുണ്ട്. ഇത് ഗേറ്റ്, ഇത് സോഴ്സ്, ഇത് ഡ്രെയിൻ. ഇൻപുട്ട് 0 കൊടുത്താൽ ഇത് ഓണാവും, ഇൻപുട്ട് 1 കൊടുത്താൽ ഇത് ഓഫാവും. ഓക്കെ, അതാണ് എൻമോസും പിമോസും. ഇനി ഇതൊരു എൻമോസാണ് അല്ലേ? ഇൻപുട്ട് 1 കൊടുക്കാൻ നേരത്ത് ഇത് ഓണാവും. എൻമോസ് ആയതുകൊണ്ട് ഇത് ഓണാവും. ഓണാകുമ്പം ഇവിടെ ഒരു കണക്ഷൻസ് ഫോം ചെയ്യും. അതായത് ഇവിടെ ഒരു കണക്ഷൻസ് ഫോം ചെയ്യും. അതായത് എന്താണോ ഡ്രെയിനിൽ കിടക്കുന്നത് അത് സോഴ്സിലേക്ക് എത്തും. ഏത് വഴി? ഈ ഇതുവഴി. ഓക്കെ, ഇവിടെ ഒരു കണക്ഷൻസ് ഫോം ചെയ്യും അങ്ങനെ. എന്നാൽ ഇത് ഓഫായിരിക്കുമ്പം ഈ നടുക്കത്തെ സംഭവം കാണത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ എത്തത്തില്ല. എന്താണോ ഡി കിടക്കുന്ന സാധനം അത് സോഴ്സിലേക്ക് എത്തത്തില്ല. ഓക്കെ, പിമോസ് ആയാലും അങ്ങനെ തന്നെ. സംഭവം ഒന്നുമില്ല. പിമോസ് ആണെങ്കിൽ നമുക്കറിയാലോ ഇവിടെ ഒരു ബബിളുണ്ട്. അപ്പോൾ ഇത് പിമോസ് ആയി. ഇത് 0 കൊടുക്കുമ്പോഴാണ് പിമോസ് ഓൺ ആവുന്നത്. ഓൺ ആകുമ്പോൾ എന്തൊന്നാവും? ഇവിടെ ഒരു കണക്ഷൻ ഫോം ചെയ്യും. അപ്പം ഡ്രെയിനിൽ നിന്ന് ഒഴിക്കുന്നത് അത് സോഴ്സിലേക്ക് എത്തും. ഓക്കെ, ഇനി അടുത്ത് സിമോസ്. സിമോസിൻ്റെ മറ്റ് ചില പേരാണ് സ്റ്റാറ്റിക് സിമോസും പിന്നെ കോംപ്ലിമെൻ്ററി സിമോസും. ഇതെല്ലാം സെയിമാണ്. സെയിം സിമോസിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സിമോസിൽ അതൊരു കോമ്പിനേഷൻ ഓഫ് എൻമോസ് ആൻഡ് പിമോസ് ആണ്. അതിൽ എൻമോസ് ഉണ്ട്, പിമോസ് ഉണ്ട്. എൻമോസ് എപ്പോഴും താഴെ വരും, പിമോസ് എപ്പോഴും മുകളിൽ വരും. അപ്പോൾ നമുക്ക് ആദ്യം സിമോസ് ഇൻവേർട്ടർ ഒന്ന് നോക്കാം. എന്താണ് സിമോസ് ഇൻവേർട്ടർ, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ആദ്യം ഇൻവേർട്ടർ എന്തോന്നാണ്? ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന ഇൻവേർട്ടർ. എ കൊടുത്തു കഴിഞ്ഞാൽ എ ബാർ കിട്ടും. അതായത് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും, 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അതല്ല ഇൻവേർട്ടർ. അതാണ് ഇൻവേർട്ടർ. ഇനി നമുക്ക് സിമോസ് ഇൻവേർട്ടർ നോക്കാം. മീൻ ബാർ ഇത്രേ ഉള്ളൂ. V0. നമ്മൾ ആദ്യം 0 കൊടുക്കുകയാണ് ഇൻപുട്ടിൽ. 0 കൊടുത്തെന്ന് വെച്ചോ. 0 കൊടുത്തപ്പം ഈ ഇൻപുട്ട് നേരെ ഇതോടെ പോയി ഇവിടെ എത്തി. ഇത് നേരെ ഇതോടെ പോയി ഇവിടെ എത്തി. എന്തോന്ന് സംഭവിക്കും? 0 ആണെങ്കിൽ 0 ആണ്. അപ്പം പിമോസ് ഓണായി, എൻമോസ് ഓഫായി. അപ്പം ഇവിടെ നിന്ന് ഇവിടെ ഒരു കണക്ഷൻസ് ഫോം ചെയ്യും. അപ്പം VDD ഇതോടെ എത്തി ഇവിടെ വരെ വരും. പക്ഷേ ഇത് ഓഫല്ലേ, ഇവിടെ ഒരു കണക്ഷൻസും ഇല്ല അല്ലേ. അപ്പം ഗ്രൗണ്ടിലെത്തില്ല. അപ്പോൾ നേരെ ഇതെടുത്ത് ഇവിടേക്ക് വരും. ഔട്ട്പുട്ടിൽ നമുക്ക് എന്തോന്ന് കിട്ടും? ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടും VDD കിട്ടും. അതായത് 1 കിട്ടും. ഓക്കെ, അപ്പം 0 കൊടുത്തപ്പം 1 കിട്ടി അല്ലേ. 0 കൊടുത്തപ്പോൾ 1 കിട്ടി. അടുത്തത് 1 കൊടുക്കണം. 1 കൊടുക്കുമ്പം എന്ത് സംഭവിക്കും? ഇതിവിടെ നേരെ പോയി ഇവിടേക്ക് എത്തും. ഇതിവിടെ നേരെ പോയി ഇവിടേക്ക് എത്തും. അപ്പം എന്തോന്നും ഈ ഒരു സാധനം ഓഫാവും, ഇത് ഓണാവും അല്ലേ. ഇത് ഓണാവും.
ഇത് ഓണാവും. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻസ് ഫോം ചെയ്യും. VDDക്ക് പോകാൻ പറ്റുമോ? ഇവിടെ കണക്ഷൻസ് ഇല്ല. അപ്പോൾ VDD ഇവിടെ എത്താൻ പറ്റത്തില്ല. ഈ ഒരു പോയിന്റിൽ VDDക്ക് എത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? അഥവാ എത്തിയാൽ തന്നെ ഇത് ഗ്രൗണ്ടിൽ പോകും കേട്ടോ, നേരെ ഗ്രൗണ്ടിൽ പോകും. നമുക്ക് ഔട്ട്പുട്ട് 0 തന്നെ കിട്ടുന്നത്. പക്ഷേ എന്നാലും ഇവിടെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് VDDക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ തന്നെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നേരെ ഗ്രൗണ്ടിൽ പോകും. അപ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും? 0 കിട്ടും ഔട്ട്പുട്ടിൽ അല്ലേ. അതായത് 1 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടും. സംഭവം ഇത് ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ. ഇൻവേർട്ടറിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സെയിം ബിഹേവിയർ അല്ലേ ഇത് കാണിക്കുന്നത്. അതാണ് CMOS ഇൻവേർട്ടർ. സെയിം ക്യാരക്ടറാണ് കാണിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ. അത് കഴിഞ്ഞാൽ നമുക്കിപ്പം AB ബാർ Y = AB ബാർ വരച്ച് നോക്കാം. എന്തോന്ന്? CMOS ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, എപ്പോഴും ഓർക്കുക, നമ്മൾ ആദ്യം NMOS ആണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും PMOS വരയ്ക്കുന്നത്. ആദ്യം NMOSൻ്റെ സെക്ഷൻ വരയ്ക്കും, അതിൻ്റെ മുകളിൽ PMOSൻ്റെ സെക്ഷൻ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം വരയ്ക്കാം. ഇതെന്തോന്നാണ്? പ്രോഡക്റ്റായിട്ട് എടുക്കുന്നു. NMOSൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. NMOSൻ്റെ വരയ്ക്കാൻ പഠിച്ചാൽ മതി. PMOS അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പം ഇത് 2 പ്രോഡക്റ്റാണ്. എന്തെങ്കിലും ഇങ്ങനെ പ്രോഡക്റ്റ് ടേംസ് ഇങ്ങനെ വരികയാണെങ്കിൽ ആ 2 പ്രോഡക്റ്റ് A എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് A.B, അപ്പം ആ രണ്ടും പ്രോഡക്റ്റാണ്. സോ നമുക്കതിനെ സീരിയസ് ആയിട്ട് വരയ്ക്കാം. ഇത് A, ഇത് B, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് NMOSൻ്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഗ്രൗണ്ട് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് PMOS വരയ്ക്കണം. NMOSൽ സീരീസ് ആണെങ്കിൽ PMOSൽ പാരലൽ. ഇവിടെ ഒരു ബബിള്, ഇവിടെ A, ഇവിടെ B. ഇത് VDD. ഇതിന് നടുക്കിരുന്ന് ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വരച്ച് ഔട്ട്പുട്ടിൽ എന്ന് കിട്ടും? AB ബാർ എന്ന് കിട്ടും. ഇനി നമുക്ക് AB ബാർ അല്ല AB ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ഇൻവേർട്ടറിന് കൊടുത്താൽ പോരെ, ഇതാ പ്രശ്നം തീരും. ഇതെടുത്ത് ഇൻവേർട്ടറിലേക്ക് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് VDD. എന്തോന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? AB. AB ബാർ കൊടുത്തപ്പം AB കിട്ടി. കാരണം നമുക്കറിയാം ABയുടെ ഡബിൾ കോംപ്ലിമെൻറ്റ് AB ആണ്. അത്രേ ഉള്ളൂ. ഇനി അവർ പറയാണ് Y = AB + CD. ഇങ്ങനെ പറയണം. ഇത് രണ്ടും പ്രോഡക്റ്റാണ്. സോ സീരിയസ് ആയിട്ട് വരയ്ക്കുക. ഇത് 2 പ്രോഡക്റ്റാണ്, സീരിയസ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു കമ്പോണൻറ്റും ഈ ഒരു കമ്പോണൻറ്റും അഡീഷനാണ് അല്ലേ, അഡീഷനാണ് വരുന്നത്. അതുകൊണ്ട് പാരലായിരിക്കുക. ഈ 2 കമ്പോണൻറ്റ് തമ്മിൽ പാരലാക്കുക. ഓക്കെ, അതെങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാൽ AB. ഓക്കെ, വരച്ചു. അതുപോലെ തന്നെ എന്നിട്ട് ഗ്രൗണ്ട്. ഇതൊന്നാണ് NMOS ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ABCD. ഈ 2 കമ്പോണൻറ്റ് സീരീസ്, ഈ 2 കമ്പോണൻറ്റ് സീരീസ്, അത് രണ്ടുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്ത് അല്ലേ. അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ PMOSൻ്റെ സെക്ഷൻ വരയ്ക്കണം. ഓക്കെ, PMOSൻ്റെ സെക്ഷൻ അതിൻ്റെ മുകളിൽ വരയ്ക്കണം.
വരയ്ക്കാൻ നേരത്ത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ സീരിയസ് ആയിട്ട് വരച്ചെങ്കിൽ അവിടെ പാരലായിട്ട് വരയ്ക്കണം. ഓക്കെ, പിന്നെ ഈ 2 കമ്പോണൻറ്റ് ഇവിടെ പാരലായിട്ട് വരച്ചെങ്കിൽ അവിടെ സീരിയസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കമ്പോണൻറ്റ് അവിടെ വരയ്ക്കാം. എ ബി ഒന്നും കൂടെ വരയ്ക്കാമേ, ഒന്നും കൂടെ വരയ്ക്കാം. ഇവിടെ വേണ്ടിയിട്ട് എ ബി സി ഡി ഔട്ട്പുട്ട് എന്താണ്? എ ബി പ്ലസ് സി ഡി ഹോൾ ബാർ. ഇവിടെ ഒരു ബാറുണ്ട്. അങ്ങനെ ബാറില്ലാതെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ഇൻവേർട്ടറിൽ കൊടുത്താൽ മതി അല്ലേ? സംഭവം നോക്ക്, ഈ ഒരു സാധനം സീരീസ് ആയിട്ട് ഇവിടെ വരച്ചെങ്കിൽ ഇതിനെ പാരലാക്കി വരച്ച്, ഈ ഒരു സീരീസിനായിട്ട് വരച്ചെങ്കിൽ ഇത് പാരലാക്കി വരച്ച്, ഇത് രണ്ടും തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ഇത് രണ്ടും തമ്മിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുക്കിടുന്ന ഒരു ഔട്ട്പുട്ട് എടുത്ത് ഗ്രൗണ്ട് ഇവിടെ കൊടുത്ത് VDD ഇങ്ങോട്ട് കൊടുത്ത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി